ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇഡ്ഡലി കുട്ടുകത്തിൽ ഇതുപോലെ ചിക്കൻ ഒന്ന് പുഴുങ്ങി നോക്കിയിട്ടുണ്ടോ? ഈ ചിക്കനും അതുപോലെ പച്ചമുളകും കൂടെ ഇഡ്ഡലി കുട്ടുകത്തിൽ ഇതുപോലെ ഒന്ന് ആവി കയറ്റി നോക്കും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കി എടുക്കാം. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ വളരെ കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതാണ്ട് എല്ലില്ലാത്ത കഷ്ണം നോക്കി എടുക്കണം കേട്ടോ. അത് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലാണ് ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പം നമുക്കിത് ഇനി ഒന്ന് ആവി കയറ്റി എടുക്കണം. അതിനുവേണ്ടി ഒരു ഇഡ്ഡലി കുട്ടുവ എടുത്ത് വെച്ചിട്ട് അടിയിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ച് മുകളിൽ ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിൽ ഓരോ കുഴിയിലും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ എല്ലാ കുഴിയിലും വെച്ചിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കൻ, അതായത് എല്ലില്ലാത്ത ഭാഗം നോക്കി എടുത്ത് വേണം കേട്ടോ ഇങ്ങനെ ഒന്ന് വെക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം, അതായത് പച്ചമുളകും കൂടെ വെച്ച് കൊടുക്കാം. ഞാനൊരു 4 എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഈ 4 പാകത്തിനുള്ള എരിവാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ഇഡ്ഡലി കുട്ടു ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് എങ്കിലും ഒന്ന് ആവി കയറ്റി എടുക്കണം. ചിക്കനൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് അടുപ്പത്തേക്ക് ഞാനൊന്ന് മാറ്റുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഒരു മസാലക്കൂട്ടൊന്ന് റെഡിയാക്കണം. അതിനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് എണ്ണ ഒന്നും ചേർക്കാതെ ഒരു 2-3 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായതുകൊണ്ട് ഒരു 4 കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ഗ്രാമ്പു, 2 ഏലക്ക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടുകാണ് കേട്ടോ. ഒരു ടീസ്പൂണോളം കടുക് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകം, അത് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണൊക്കെ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂണൊക്കെ ഉലുവ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ കൂടി പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലി ഉണ്ടല്ലോ, മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ആ കടുകൊക്കെ നല്ല പോലെ പൊട്ടി അതിൻ്റെയൊക്കെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നവരെയും നല്ല പോലെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്ത് കൊടുക്കണം. അതിങ്ങനെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു മണമൊക്കെ വരും കേട്ടോ. ആ ഒരു സ്റ്റേജ് വരെയൊക്കെയാണ് ഒന്ന് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഞാനൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ടെ എല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. ഒന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തണുത്ത് വരുമ്പോഴേക്കും ഇതുപോലെ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്കിതെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ച് കൊണ്ടുവരണം. നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല പൊടിയായിട്ട് കിട്ടണം. അപ്പം ഞാനൊന്ന് പൊടിച്ച് കൊണ്ടുവരാം. ദാണ്ടെ ഇതുപോലാണ് പൊടിച്ചെടുക്കേണ്ടത്. നല്ല പോലെ ഒന്ന് പൊടിച്ച് ഇതുപോലെ നല്ല പൊടിയായിട്ട് കിട്ടണം കേട്ടോ. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ അടുപ്പത്ത് വെച്ചേക്കുന്ന സംഭവമൊക്കെ ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ഓപ്പൺ ആക്കുകയാണ്. ആണ് നമ്മുടെ ചിക്കനും പച്ചമുളകൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി അതിനകത്തൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്നങ്ങ് വേവിച്ചെടുക്കണേ. എല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ആ ചിക്കനൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴേക്കും ദാണ്ടെ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഇളകി ഇങ്ങനെ വരണം കേട്ടോ. നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇഡ്ഡലി കുട്ടുകത്തിൽ നിന്ന് ഈ സംഭവമൊക്കെ അങ്ങോട്ട് മാറ്റാം. അത് ഈ ചിക്കനൊക്കെ ഞാനൊന്ന് എടുത്ത് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്. കുറച്ച് ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂൺ വെച്ച് എടുക്കുന്നത്. അപ്പോൾ അതാണ്ട് എല്ലാ ചിക്കനും ഞാനൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അതിനൊരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് നമ്മൾ ആ വേവിച്ചെടുത്ത ചിക്കനും കൂടെ അതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊണ്ടുവരാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവരുത്, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ദാണ്ടെ ഇതുപോലാണ് കേട്ടോ ഞാനൊന്ന് എടുത്തേക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഒട്ടിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മളിനി ഇതങ്ങോട്ട് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ഇതെല്ലാം സെപ്പറേറ്റ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടാലും മതി.
ഇനി നമുക്കൊരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ നമ്മുടെ കോക്കനട്ട് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഏത് ഓയിലും ഇത് ചെയ്യാം കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇനി അത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഒരു 10-12ഓളം വെളുത്തുള്ളി അല്ലി എടുത്ത് ഒന്ന് ചതച്ചെടുത്തതാണ് അത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി ആ വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളിയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ ഈ പൊട്ടലും ചീറ്റലും ഒക്കെ. അപ്പൊ ഇതുപോലെ നിറം ഒന്ന് മാറുന്നവരെയും നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇപ്പൊ ദാണ്ടെ വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ മൂത്തിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരണം കേട്ടോ. ഈ ചിക്കനൊക്കെ ഇപ്പോൾ ഒട്ടി ഒട്ടിയൊക്കെ ഇരിക്കുവാണല്ലോ, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. അതുപോലെ അതുവരേക്കും നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ദാണ്ട കണ്ടോ, ചിക്കനൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന കണ്ടോ. അപ്പൊ ഇതുപോലെ നമുക്കൊന്ന് കിട്ടണം. നല്ല പോലെ ഒന്ന് ഇതുപോലെ ഒരു 3 മിനിറ്റ് എങ്കിലും ഇതുപോലെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കണേ. അപ്പൊ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന മസാലക്കൂട്ടുണ്ടല്ലോ, അതിനി ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനത് ആ മിക്സിയുടെ ജാറിൽ നിന്ന് മാറ്റി ഒരു ബൗളിലോട്ട് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ചും കൂടി എരിവ് വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പം കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു 1.25 ടീസ്പൂണോളം കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഒരു സമയം നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ആ മുളക് പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഈ മസാലക്കൂട്ടെല്ലാം നല്ല പോലെ ചിക്കനകത്തുനിന്ന് പിടിച്ച് കിട്ടണം. അതുവരേക്കും നല്ല പോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഇപ്പൊ അതാണ്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന പോലെ മിക്സാക്കി എടുക്കണം. ഈ സമയം ഒരുപാട് നിങ്ങൾക്കങ്ങ് ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഇങ്ങനെ മുകളിലൂടെ ഒന്ന് വിതറി കൊടുക്കാം, കൈവച്ചൊന്ന് കുടഞ്ഞു കൊടുക്കാം. പക്ഷെ ഞാനത് ചേർക്കുന്നില്ല, വെള്ളമൊന്നും ചേർക്കുന്നില്ല. നല്ല പോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും ജസ്റ്റ് ഒന്നും കൂടെ ഞാനൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പൊ ദാണ്ട ഞാൻ അതും ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഫൈനലി ഇനി ഒരു ഐറ്റം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അത് ഒഴിച്ചുകൂടാനാവാത്തൊരു ഐറ്റമാണ് കേട്ടോ. കുറച്ച് നാരങ്ങ നീര്, ഒരു നാരങ്ങേൻ്റെ പകുതി എടുത്ത് അതൊന്ന് പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കരുത്. കുറച്ച് പുളിയും കൂടെ ഉണ്ടെങ്കിലാണ് ഈ ഒരു റെസിപ്പി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഇല്ലെങ്കിൽ കുറച്ച് വിനാഗിരിയെങ്കിലും മുകളിലൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് എല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ചിക്കൻ തോരനോ, തോരൻ എന്ന് പറയാൻ നമ്മൾ ഇതിലേക്ക് തേങ്ങ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല, വേണമെങ്കിൽ തോരനൊക്കെ വിളിക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇതുപോലെ നല്ല പോലെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ അല്ല, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് റെഡി ആയിട്ടുണ്ട്. ഇത് ഈ അടുത്ത സമയം കൊണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് വൈറലായ ഒരു റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായി. അതാ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തന്നത്. അടിപൊളി ഒരു തോരനോ ഒക്കെ പറയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.